നീ പേരിനോടൊപ്പം നിൽക്കാൻ, നീ ദൂതു പ്രാപിപ്പാൻ. നടക്കാൻ നീ പേരിനോടൊപ്പം നിൽക്കാൻ, നീ ദൂതു പ്രാപിപ്പാൻ. അരുളുക ദൈവസന്നിധിയിൽ പൊരുളുകൾ പ്രാർത്ഥനയോടെ. അരുളുക ദൈവസന്നിധിയിൽ പൊരുളുകൾ പ്രാർത്ഥന. സുഭാഷിതം. മലാക്കി പ്രവചനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ബട്ട് entreat God's favor, that he may be gracious to us. While this is being done by your hands, will you accept you favorably, says the Lord of hosts. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യർ ധാരാളം കാര്യങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ യഥാർത്ഥമായി ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അവിടുന്ന് നമ്മോട് കൃപ ചെയ്യുമോ എന്നുള്ള വലിയ ചോദ്യമാണ് മലാക്കി ജനത്തോട് ചോദിക്കുന്നത്. ഇസ്രായേൽ ജനതയുടെ ആത്മീയ പിന്മാറ്റത്തിനെതിരായി ദൈവത്തിന്റെ അരുളപ്പാട് അവരെ ഗ്രഹിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മലാക്കി. ദുഷ്ടത നിറഞ്ഞ ജീവിത രീതി, ദൈവജനമെന്ന പ്രത്യേക പദവിയുടെ അടിസ്ഥാനത്തിൽ തെറ്റായ സുരക്ഷിത ബോധം, ദൈവജനത്തെ നയിക്കേണ്ട പുരോഹിതന്മാര് പോലും വഴിപിഴച്ചു പോകുന്ന അവസ്ഥ, ഇതെല്ലാം കണ്ടുകൊണ്ട് മലാക്കി ചില ചോദ്യോത്തര രീതിയിലാണ് ഈ പ്രവചന പുസ്തകം എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ചോദ്യം, മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരോട് ചോദിക്കുന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദാജനം ബുദ്ധിമുട്ടുകളും എതിർപ്പുകളിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിലുള്ള അവരുടെ ആശ്രയവും വിശ്വാസവും വർദ്ധിച്ചു. ശക്തമായ എതിർപ്പുണ്ടായിരുന്നെങ്കിലും അവർ ദേവാലയം പണിതു. ദേവാലയം പണിതതുകൊണ്ട് ദൈവമഹത്വം അവിടെ ഇറങ്ങി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അധർമ്മത്തിലും പാപത്തിലും പുരോഹിതന്മാർ തുടങ്ങി സാധാരണക്കാർ വരെ ദൈവത്തിന്റെ പ്രമാണം വിട്ട് ജീവിച്ചു. അവർ വിജാതികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും സ്വന്തം യൗവനത്തിലെ ഭാര്യമാരെ ഉപേക്ഷിക്കുകയും ചെയ്തു. വിഗ്രഹങ്ങളെ സേവിച്ചും ദൈവീക കാര്യങ്ങളിൽ അനാദരവ് കാണിച്ചും മലിനപ്പെട്ട കാലമായിരുന്നു അത്. വഴിപാടുകളും യാഗങ്ങളും അവർ അർപ്പിക്കുന്നു എന്ന് അഭിമാനിച്ചിരുന്നു. ദൈവിക പ്രമാണത്തിൽ നിലനിൽക്കാതെ അലസ്യമായി മതപരമായ ചടങ്ങുകൾ ചെയ്യുന്നവരായി തീർന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള ആഹ്വാനമാണ് നാം വായിച്ച വാക്യം. പ്രിയമുള്ളവരെ, ഈ ചരിത്രത്തിൽ നിന്നും നമുക്കെന്താണ് മനസ്സിലാക്കുവാനുള്ളത്? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഞങ്ങൾ ദൈവമക്കളാണെന്ന് അഭിമാനിക്കുമ്പോഴും ദൈവപ്രമാണം വിട്ട് ദൈവഹിതമല്ലാത്ത വഴികളിൽ ജീവിക്കുന്നവരോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? നമ്മുടെ പിതാവും രക്ഷകനുമായ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയിരിക്കുന്നു എന്ന് വിചിന്തനം ചെയ്യാം. അവിടുന്ന് അർഹിക്കുന്ന ബഹുമാനവും ഭയഭക്തിയും നാം അർപ്പിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മളിൽ പ്രസാദിക്കും. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും ദൈവം അതിൽ പ്രസാദിക്കുകയില്ല. വെറും ആചാരങ്ങൾ യഥാർത്ഥ ഭക്തിക്ക് പകരമാകുകയില്ല. യഥാർത്ഥമായ ഒരു മാനസാന്തരം, ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധം, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുക. ഒരിക്കലും ദൈവം നമ്മുടെ വ്യക്തിത്വം പരിഗണിക്കയില്ല. പുരോഹിതന്മാരായതുകൊണ്ട് അവർ കഴിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം എങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാ